നമസ്കാരം, പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം. ഒക്ടോബർ 7 ക്രൂരത ഇസ്രായേൽ ജനത ഒരിക്കലും മറക്കില്ല. അന്നാണ് അതിർത്തി കടന്നെത്തിയ ഹമാസിന്റെ ഭീകരവാദികൾ 1400ഓളം ഇസ്രായേലി പൗരന്മാരെ കൊന്നൊടുക്കിയത്. നിശാ പാർട്ടിക്കിടെ എത്തിയ ഭീകരവാദികൾ തുരുതുരാ വെടിവെച്ചു. കുട്ടികളെയും സ്ത്രീകളെയും അടക്കമുള്ളവരെ ജീവനോട് ചുട്ടരിച്ചു. ആ വേദനയിൽ നിന്ന് ഇതുവരെ ഇസ്രായേലി ജനത മുക്തരായിട്ടില്ല. അതിനു പിന്നാലെ ഒക്ടോബർ 7 ആവർത്തിക്കാനുള്ള വലിയ ഗൂഢാലോചന നടക്കുന്നു എന്നുള്ള വിവരങ്ങൾ ഇസ്രായേലി രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിച്ചിരിക്കുന്നു. ഇസ്രായേലി പ്രതിരോധ മന്ത്രി യോ ഗാലന്റ് ഉന്നതതല യോഗത്തിൽ വ്യക്തമാക്കിയതാണ് ഇക്കാര്യം. ഇറാനും ഹിസ്ബുള്ളയും ഹമാസിനൊപ്പം ചേരുന്നു. ഈ 3 പേരും ചേർന്ന് വീണ്ടും ഒക്ടോബർ 7 രണ്ടാം ഘട്ടം ആവർത്തിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണ്. ഇസ്രായേലിലെ ടെമ്പിൾ മൗണ്ടിലും ജെറുസലേമിലും വലിയ ആക്രമണങ്ങൾക്ക് പദ്ധതിയിടുകയാണ്. റംസാൻ വ്രതാരംഭം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഇസ്രായേൽ ഒരിക്കൽ കൂടി കൂട്ടക്കുരുതി നടത്താനുള്ള വലിയ ശ്രമങ്ങൾ ഇവർ നടത്തുന്നു എന്നുള്ള രഹസ്യ വിവരമാണ് ഇസ്രായേലിൻ്റെ പ്രതിരോധ വകുപ്പ് ഇപ്പോൾ ശേഖരിച്ചിരിക്കുന്നത്. ഇക്കാര്യം പ്രതിരോധ മന്ത്രി തന്നെ ഉന്നതതല യോഗത്തിൽ വ്യക്തമാക്കി. ഈ രണ്ടാം കൂട്ടക്കുരുതി ഒഴിവാക്കാനുള്ള എല്ലാ പ്രതിരോധങ്ങളും ഒരുക്കുകയാണ് ഇസ്രായേലി ജനത. ഒക്ടോബർ മാസം 7 ആക്രമണത്തിന് ശേഷമാണ് ഇസ്രായേൽ ഗാസയിൽ പ്രത്യാക്രമണം തുടങ്ങിയത്. ആ ആക്രമണം ഇപ്പോഴും തുടരുകയാണ്. 30,000 കടക്കുന്നു ഗാസയിലെ മരണസംഖ്യ. ആ ആക്രമണത്തിലും സ്ത്രീകളും കുട്ടികളുമാണ് ഏറെയും മരിച്ചു വീണത്. ഇപ്പോൾ വെടിനിർത്തൽ കരാറിന് വേണ്ടിയുള്ള വലിയ സമ്മർദ്ദങ്ങൾ ഖത്തറും അമേരിക്കയും നടത്തുന്നു. മാർച്ച് മാസം 10-ാം തീയതിയാണ് റംസാൻ വ്രതം ആരംഭിക്കുന്നത്. അതിനു മുൻപ് 6 ആഴ്ചക്കാലത്തെ വെടിനിർത്തൽ കരാർ കൊണ്ടുവരാനുള്ള വലിയ പരിശ്രമത്തിലാണ് ലോകരാജ്യങ്ങൾ. 6 ആഴ്ചത്തെ വെടിനിർത്തൽ കരാറിനെ അംഗീകരിക്കില്ലെന്ന് ഇസ്രായേൽ ഇതിനകം വ്യക്തമാക്കി. തങ്ങളുടെ ബന്ദികളെ പൂർണ്ണമായും വിട്ടയച്ചാൽ വെടിനിർത്തൽ കരാറിനെ സംബന്ധിച്ച് പരിശോധിക്കാം. മറുഭാഗത്ത് ഹമാസും വെടിനിർത്തൽ കരാറിനെ കുറിച്ചുള്ള ചർച്ചകളിൽ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. എന്നാൽ ചില നിബന്ധനകളിലൂടെ വെടിനിർത്തൽ കരാർ സാധ്യമാകുമെന്ന് തന്നെയാണ് അമേരിക്ക വ്യക്തമാക്കുന്നത്. 40 ബന്ദികളെ ഹമാസ് വിട്ടയക്കുന്നതിന് പകരമായി 400 യുദ്ധ തടവുകാരെ ഇസ്രായേലും വിട്ടു നൽകും. അതുകൂടാതെ തന്നെ ഗാസയിലേക്ക്, വടക്കൻ ഗാസയിലേക്ക് പാലസ്തീനുകൾക്ക് തിരികെ വരാനുള്ള ചില സാഹചര്യങ്ങൾ ഒരുക്കും. ഗാസയിൽ ഇപ്പോൾ യുദ്ധത്തിൽ തകർന്നിരിക്കുന്ന ആശുപത്രികളും ഭക്ഷ്യ സംസ്കരണശാലകളും ഒക്കെ തന്നെ പുനർനിർമ്മിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കും. ഇത്തരത്തിൽ നിരവധി നിർദ്ദേശങ്ങളും നിബന്ധനകളും അടങ്ങുന്നതാണ് വെടിനിർത്തൽ കരാർ. ആ വെടിനിർത്തൽ കരാറിന്റെ ചർച്ചകൾ അമേരിക്കയും ഖത്തറും അടക്കം നടത്തുന്നതിനിടയിലാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം കൂടി ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി തന്നെ പുറത്തുവിടുന്നത്. ഒക്ടോബർ 7 ഒരിക്കൽ കൂടി ആവർത്തിക്കാനുള്ള വമ്പിച്ച ശ്രമം നടക്കുന്നു. ഹമാസിനെ പിന്തുണയ്ക്കുന്നതിനായി ഹിസ്ബുള്ളയും ഇറാനും രംഗത്ത് വരുന്നു എന്നുള്ള വലിയ വിവരമാണ് പുറത്തു വരുന്നത്. ഇസ്രായേലി ജനത ഏറ്റവും പവിത്രമെന്ന് കരുതുന്ന ജെറുസലേമിൽ കൂട്ടക്കുരുതി നടത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അതിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു. അതുപോലെ തന്നെ മുസ്ലിം മതവിഭാഗം അവരുടെ 3ാമത്തെ പുണ്യസങ്കേതമെന്ന് കരുതുന്ന ടെമ്പിൾ മൗണ്ടിലെ മസ്ജിദിന്റെ പരിസരങ്ങളിലും വലിയ ആക്രമണങ്ങൾ നടത്താനുള്ള ശ്രമമാണ്. ടെമ്പിൾ മൗണ്ടിലെ മസ്ജിദ് സംബന്ധിച്ചുള്ള തർക്കങ്ങൾ പലപ്പോഴും ഇസ്രായേൽ ഹമാസ് സംഘർഷങ്ങൾക്കിടയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പവിത്രമായ പ്രദേശങ്ങളിൽ ചോരക്കളം വീഴ്ത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഹിസ്ബുള്ളയുടെയും ഹമാസിന്റെയും ഇറാന്റെയും ഭാഗത്ത് ഉണ്ടാകുന്നത്. അത് സംബന്ധിച്ച ചർച്ചകളാണ്, അത് സംബന്ധിച്ച വലിയ ഗൂഢാലോചന നടക്കുന്നതെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി തന്നെ പറയുമ്പോൾ ഇനി യുദ്ധത്തിന്റെ പരിസമാപ്തി എന്തായിരിക്കുമെന്നുള്ളത് ഓർക്കാനാകില്ല. വെടിനിർത്തൽ ചർച്ചകൾ ഇനി ഏത് സാഹചര്യത്തിൽ അത് വിജയം കാണുമെന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഒരു ഒക്ടോബർ 7 കൂടി ഒരിക്കലും ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല. അതിനു മുൻപ് തന്നെ പ്രത്യാക്രമണം നടത്താനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇസ്രായേൽ നടത്തുന്നുണ്ട്. അമേരിക്ക പറഞ്ഞാലും ലോകത്തെ ഏത് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി എതിർത്താലും ഹമാസിനെതിരായുള്ള പോരാട്ടം അവസാനിപ്പിക്കില്ലെന്ന് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. പശ്ചിമേഷ്യയിൽ ശാന്തിയുടെ ദീപങ്ങൾ തെളിയുന്നില്ല. റംസാൻ വ്രതാരംഭത്തിന് മുൻപ് ഏതെങ്കിലും തരത്തിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. അതിനിടയിലാണ് പുതിയ വെളിപ്പെടുത്തലുമായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി തന്നെ രംഗത്ത് വന്നതും. നേരിനും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പ്രസ് പോർട്ടൽ. പിന്തുണയ്ക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.